ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. കൊളോസോസുകാർക്ക് പൗലോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം, പരസ്പരം പഠിപ്പിക്കുകയും പിന്നെന്താണ് ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ, എങ്ങനെ കൃതജ്ഞത എന്ന് പറഞ്ഞാൽ എന്താ? നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. അപ്പോൾ വചനം സമൃദ്ധമായിട്ട് വസിക്കാനുള്ള സീക്രട്സ് ആണ് പറഞ്ഞു തരുന്നത്. എന്ത് ചെയ്യണം? കൃതജ്ഞത നിറഞ്ഞ ഹൃദയം, അതായത് മാറാത്തത് മാറുന്നതായിട്ട് കണ്ട്, കിട്ടാത്തത് കിട്ടുന്നതായിട്ട് കണ്ട്, ഇതാ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതായിട്ട് ഡ്രീം ചെയ്ത്, ഇമാജിൻ ചെയ്ത്, അപ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തിന് നന്ദി പറയണം. താനെ പറയാൻ സാധിക്കും, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ബാക്കിയെല്ലാം പിന്നെ തന്നെ നടന്നോളും. കൊളോസസ് 3:16. അപ്പോൾ നല്ലൊരു അഭിഷേകമുള്ള വചനമാണ്. എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വചനം കിട്ടിയാൽ എന്താ? വചനം ദൈവമാണ്. അപ്പോൾ വചനം വസിക്കുമ്പോൾ മറ്റെല്ലാം, നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗം നമ്മളിലേക്ക് താണ് ഇറങ്ങി വരും. സ്തുതി 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 ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന, സ്തുതി 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 ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഈ ജന്മം, ഈ ജീവിതം മുഴുവൻ കിട്ടിയാലും മതി വരില്ല. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം. പ്രത്യേകിച്ച് ഏപ്രിൽ മാസം 30-ാം തീയതി, ഈ മാസത്തിൻ്റെ അവസാനത്തെ ആ രാത്രിയിലാണ്. ഈ മാസം ഇതാ കൊടുംചൂട്, മറുവശത്ത് പാമ്പുകൾ, ദുരിതങ്ങൾ, യുദ്ധഭീഷണികൾ, വിലക്കയറ്റങ്ങൾ, അതെല്ലാം കണ്ടും കേട്ടും ദിനം പ്രതി നമ്മൾ ഒത്തിരി സമ്മർദ്ദങ്ങളും ഞെരുക്കങ്ങളും ഇതിലൂടെ കടന്നുപോയി. പക്ഷേ ദൈവത്തിൻ്റെ കരുണ ഒന്ന് മാത്രം നമ്മളിങ്ങനെ താങ്ങി നിർത്തിയിരിക്കുക. ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഈ ദിവസങ്ങളും തന്നല്ലോ. അപ്പോൾ അപ്പോസ്തലന്മാർ പൗലോസും സീലാസും കാരാഗൃഹത്തിൽ കിടന്നപ്പോഴും ചുറ്റും പ്രതികൂലമാണ്, പക്ഷേ അവിടെ കിടന്നുകൊണ്ടും ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ ചങ്ങല പൊട്ടി, കാരാഗൃഹവാതിലുകൾ തുറക്കപ്പെട്ടു നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സങ്കീർത്തനത്തിൽ 105:2 പറയുന്നുണ്ട്, അവിടത്തേക്ക് ഗാനം ആലപിക്കുവിൻ, സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ. വെറും ഗാനമല്ല, സ്തുതിഗീതമാണ് ആലപിക്കുന്നത്. അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ. അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. നാളെ വൈകിട്ട് വെള്ളിയാഴ്ച ചിറ്റൂർ 1-ാം തീയതി, മെയ് 1-ാം തീയതി വൈകിട്ട് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാനത്തിന് ദൈവസ്നേഹത്തിൻ്റെ ക്ലാസ് കൊടുക്കാനായിട്ട് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തമ്പുരാൻ പറഞ്ഞേക്കുന്നിടത്തേക്കെല്ലാം, ഇതാ തമ്പുരാൻ വിളിക്കുന്നതും പറഞ്ഞേക്കുന്ന ഇടത്തേക്കെല്ലാം കർത്താവിൻ്റെ വചനമായിട്ട് അന്നും ഇന്നും തമ്പുരാൻ വിളിച്ച നാൾ മുതൽ 36 വർഷം പിന്നിടുകയാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷ. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് കരയുന്ന, ഇതാ നിൽക്കുന്നിടത്ത മണ്ണ് പോലും ഒലിച്ചു പോയെന്ന് പറഞ്ഞ പോലെ വെറും ബിഗ് സീറോ ആയിപ്പോയ ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. മുന്നിൽ ഇതാ പ്രത്യാശയ്ക്ക് ഒരു വഴിയുമില്ലാതെ എല്ലാ വഴികളും അടഞ്ഞ് കിടക്കുന്ന നാളുകളിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തെ ആരാധിച്ച് ഞങ്ങൾ അനുഭവിക്കുന്ന ആ സുഹൃതം, അനുഗ്രഹം, സമൃദ്ധി, അഭിവൃദ്ധി ഇന്ന് അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ തക്ക രീതിയിൽ ദൈവം അനുഗ്രഹിച്ചു. വെറുതെ പറഞ്ഞു കൊടുത്താൽ ആരും വിശ്വസിക്കത്തില്ലല്ലോ. ഞങ്ങളുടെ ജീവിതവും മാറ്റവും അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് സഹനങ്ങളിൽ കൂടെ നിൽക്കുന്ന, കഷ്ടതയിൽ ചേർന്ന് നിൽക്കുന്ന ദൈവം, അല്ലാതെ ഇതാ ഒരു അപകടവും ഇല്ല, ഒരു രോഗവും ഇല്ല, ഒരു സഹനവും ഇല്ല, പളപളാ മിന്നുന്ന, അങ്ങനെ അല്ല. അങ്ങനത്തെ ഒരു സാഹചര്യം അല്ല. പട്ടുമെത്ത അല്ല മുന്നിൽ, മുൾപ്പടർപ്പായിരിക്കാം വിരിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ കടന്നു വന്ന 36-37 വർഷങ്ങൾ ദൈവം വഴി നടത്തിയത് കൊണ്ട് ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ആരും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല, നിങ്ങളുടെ ദൈവത്തിന് ഇത്രയ്ക്ക് ശക്തി ഉണ്ടെന്ന് അറിഞ്ഞില്ല, എങ്ങനെ നിങ്ങൾ പിടിച്ചു നിന്നു, ഇതാ ദൈവം ഇത്രയ്ക്ക് നിങ്ങൾ അനുഗ്രഹിച്ചല്ലോ എന്ന് എതിരുള്ളവരെ കൊണ്ട് പോലും, എവിടെ നമ്മുടെ കണ്ണുനീര് വീണോ അവിടെ ഉയർത്തിയ
ഒരു ദൈവം. സങ്കീർത്തനം 56:8 പറഞ്ഞിട്ടുണ്ടല്ലോ, നിൻ്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്, അവിടുത്തെ നിൻ്റെ കണ്ണുനീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിക്കുന്നുണ്ട്. അവ അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ടെന്ന് ആ വചനം പറയുന്നത്. സങ്കീർത്തനം 56:8. ഇതിലും വലുത് എന്താ വേണ്ടത്? എന്നിട്ടും വിശ്വാസമില്ലേ? അതുകൊണ്ട് ഏപ്രിൽ മാസം അവസാനിക്കുമ്പോഴും മെയ് മാസം ആരംഭിക്കുമ്പോഴും ഓരോ മാസവും ചെയ്യേണ്ട കാര്യം ഇതാണ്. കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക, കിട്ടാത്തതിന് ദൈവത്തെ വെറുക്കാതെ കുറ്റം പറയാതെ, ദൈവമേ നന്ദി, ദൈവത്തിൻ്റെ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ, വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓർത്തും നാളിതുവരെ വഴി നടത്തിയതിനും ദൈവമേ നന്ദി, സഹനങ്ങളെ പ്രതി എൻ്റെ കണ്ണിൽ കുരു വന്ന് പഴുത്ത് മുറ്റി നിൽക്കുക, 2 പൊട്ടിപ്പോയി, ഇനിയും നിൽപ്പുണ്ട്. പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ, ഇപ്പോൾ 2 വീഡിയോ പോസ്റ്റ് ചെയ്തു, ഇത് 3ാമത്തെ വീഡിയോ ആണ്. പക്ഷേ ദൈവത്തെ ആരാധിക്കുന്നതിന് ഇത് വല്ലതും തടസ്സമാണോ? അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നു. ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂലത്തിലും ഇതാ വണ്ടി ഇടിച്ച് കാല് ഒടിഞ്ഞ് 20 പീസും 8 വലിയ പീസും 20 ചെറിയ പീസുമായിട്ട് കിടക്കുമ്പോൾ അന്നും എന്നെ പൊക്കിക്കൊണ്ട് വചനം പ്രസംഗിക്കാൻ പല സ്ഥലത്ത് വന്ന്, നമ്മൾ വലിയ പുള്ളി ആയതൊന്നുണ്ടോന്നല്ല, വചനത്തിൻ്റെ ശക്തിയാണ്, വചനത്തിൻ്റെ വിലയാണ്. യേശുവിനെ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ജനവിഭാഗം ഇതാ ഞാൻ പലയിടത്തും കിടക്കും, ഇനി എന്നാ ഇതൊക്കെ ശരിയാവുന്നത് എൻ്റെ കൂടെയുള്ളവരും ഞാനും വിചാരിച്ചപ്പോഴും ഇതാ ആ സമയത്താണ് കൂടുതൽ ദൈവമഹത്വം കൊടുക്കാനും, ഒടിഞ്ഞ കാലും വെച്ച് പ്ലാസ്റ്റിട്ട കാലും വെച്ച് റിസ്ക് എടുത്ത് വണ്ടി ഓടിച്ച് പോയിട്ട് കർത്താവിൻ്റെ വചനം പറയാൻ നിർബന്ധിക്കപ്പെട്ട പറഞ്ഞ സാഹചര്യമുണ്ട്. അതുവരെ കാണാത്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. തൊണ്ടയുടെ അകത്ത് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ അകത്ത് മുഴ വന്ന് ലൂർദ് ആശുപത്രിയിൽ വരെ അവസാനം എത്തിയ FNAC ടെസ്റ്റൊക്കെ നടത്തി. പക്ഷേ എങ്ങോട്ട് പോയെന്ന് അറിയില്ല, ഒരു പാട് പോലും ഇല്ലാത്ത രീതി, ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല, കർത്താവ് സുഖപ്പെടുത്തി. പിന്നെ ഹിരണ്യയുടെ അസുഖം വന്നു. അപ്പോൾ ആദ്യം ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യുക, പിന്നെ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞ് വെറുതെ മനുഷ്യനെ ആദ്യം പിടിപ്പിച്ച് ആലോചിച്ച് തലവഞ്ഞ് കഷ്ടപ്പെട്ടത് മാത്രം ബാക്കി. ഇതാ ഇപ്പോൾ 53ാമത്തെ വയസ്സാണ്, എങ്ങോട്ട് പോയെന്ന് അറിയില്ല, ഒരു ഗ്യാസിൻ്റെ ഗുളി പോലും അതിനുവേണ്ടിയൊന്നും കഴിക്കുന്നില്ല, മെഷൂട്ടില്ല, ഓപ്പറേഷനും ചെയ്തില്ല. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇതാണ് ഈ പ്രസംഗിക്കുന്നവർക്കും ഭാരം എടുക്കുന്നവർക്കൊക്കെ സാധാരണ വെയിറ്റൊക്കെ പൊക്കുന്നവർക്കൊക്കെ വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അത് നമുക്കിത് ചെയ്ത് കളയാം. പിന്നെ അപ്പോൾ ഞാനിത് പറയുന്ന ഇതാണ്, നമ്മുടെ പ്രശ്നം ഏതുമാകട്ടെ, സൂചി കൊണ്ടെടുക്കുന്നതോ തൂമ്പ കൊണ്ടെടുക്കുന്നതോ ഏത് സാഹചര്യവും ആകട്ടെ, ഇതാ ദൈവത്തിന് അടിയറ വെക്കുക. അല്ലാതെ എനിക്കെന്തുകൊണ്ട് ഇത് വന്നു, എന്തിനു വന്നു, എങ്ങനെ വന്നു എന്ന് ചോദിക്കാതെ, പ്രിയപ്പെട്ടവരുടെ വേർപാടോ രോഗമോ മരണമോ അപകടങ്ങളോ ദുരിതങ്ങളോ ഏതുമാകട്ടെ, ഇതാ ദൈവഭക്തിയിൽ ദൈവത്തിൽ ശരണം പെട്ടാൽ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചെറിയ കീഴിൽ കാക്കുന്നത് പോലെ തമ്പുരാൻ നമ്മളെ കാത്ത് പരിപാലിക്കുക. അപ്പസ്തോലരാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. വെള്ളിയാഴ്ച ഏപ്രിൽ 30-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10:30 മണിക്കാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ഈ മാസവും ഈ വർഷവും, ഇത് ഏപ്രിൽ മാസം, അതുപോലെ 2026 ഈ വർഷവും നാളിതുവരെ തന്ന അനുഗ്രഹങ്ങൾക്കും കർത്താവേ ഇനി ഞങ്ങൾ കടന്നു പോകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. അപ്പോൾ 1 കൊറിന്തോസ് 14:15 പറയുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പാടുകയും ചെയ്യും. പ്രൈസലോ. സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം. ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഇതാ ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരിറക്കമുണ്ട്, ഒരു ദുഃഖമുണ്ടെങ്കിൽ സന്തോഷമുണ്ട്. ഇതാ നമ്മുടെ ഓരോ സഹനങ്ങൾക്കും അർത്ഥമുള്ളതായിട്ട് അപ്പോൾ ബോധ്യം കിട്ടും. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും സന്തോഷത്തോടെ നടക്കാൻ പറ്റുന്നത്? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് അനേകർ പറയുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.